വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്ക്രാമ്പിൾഡ് എഗ്ഗാണ്. അത് നല്ല വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കത് വെറൈറ്റി ആയിട്ടുള്ളൊരു എഗ് ബുർജിയോ സ്ക്രാമ്പിൾഡ് എഗ്ഗോ എന്ത് വേണമെങ്കിലും പറയാം. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളി ഫുഡ് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ആദ്യം ഒരു 3 മുട്ടയുടെ ആവശ്യമുള്ളൂ. 3 മുട്ട വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ സ്ക്രാമ്പിൾഡ് ഒക്കെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതൊരു കൊറിയൻ സ്റ്റൈൽ ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഫ്രൈ പാനിലോട്ട് ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് അത് നന്നായിട്ടൊന്ന് മെൽട്ടായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് നോക്കാം. ശരിക്കും ഭയങ്കര എളുപ്പമാണ്. മുട്ട വെച്ചിട്ടുള്ള എല്ലാ ഡിഷസും എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊന്ന് മെൽട്ടായി വരുന്നിടം വരെ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മെൽട്ടായി വരട്ടെ. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ആവശ്യമുണ്ട്. അതിനെ ചെറുതായി അരിഞ്ഞിട്ട് നമ്മുടെ ബട്ടറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ബട്ടറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഈ ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോറി, എൻ്റെ സൗണ്ടിനൊരു വ്യത്യാസമുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ്. ഈ ബട്ടർ ഇതിൽ മുരിയുന്ന ആ ഒരു സ്മെല്ല് നല്ല ഇതാണ്. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ല്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയണത്. അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സവോളയാണ്. ഇനി നമുക്ക് സവോള ഞാനൊരു 1/2 മുറി സവോള എടുത്തിട്ടുള്ളൂ. നമുക്ക് 1 മുറി വേണമെങ്കിൽ 1 ഫുള്ളായിട്ട് ഇടണമെങ്കിൽ അത്ര ഇടാം. ഞാനൊരു 1/2 മുറി സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും മുട്ട വെച്ചിട്ട് പല വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കാം. ഇത് ശരിക്കും ഒരു വെറൈറ്റിയാണ്. ഇതിനകത്ത് കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് നമ്മുടെ ഇനിയിപ്പം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് വേഗം വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ സൗണ്ട് ഒട്ടും ക്ലിയർ ആവുന്നില്ലെന്ന് തോന്നുന്നു. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഓക്കെ, നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ 1 പച്ചമുളക് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. എനിക്കധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ 1 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഒരു 1/2 മുറി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 മുറി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വെന്ത് കിട്ടണം. അടുത്ത ഇൻഗ്രീഡിയൻ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വെജിറ്റബിളായിട്ട് നമ്മൾ ക്യാരറ്റിനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്താണ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്തും കിട്ടും. നമുക്ക് കുട്ടികൾ വെജിറ്റബിൾസ് കഴിക്കാത്തപ്പോൾ നമുക്കിങ്ങനെയൊക്കെ പൊടിക്കൈയൊക്കെ ചേർത്ത് കൊടുത്താൽ അവരും ആ ഒരു ഇത് കഴിക്കും. അവരറിയത്തുമില്ല. എന്നാൽ മുട്ടയാന്നുള്ള രീതിയിൽ അവർ കഴിച്ചോളും. ആ ഒരു ഇതും കൂടെ നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും മുട്ടയുടെ ഒരു ടേസ്റ്റും കിട്ടും, ഇതും കിട്ടും. ഇത് നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. മസാല എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പം അതിനുശേഷം ഞാൻ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിന് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ തന്നെ. അത് നല്ല ഫ്ലേവറായിരിക്കും. നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂണേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തന്നെ ഇട്ടാലും മതി. ചിക്കൻ മസാല ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
എന്നിട്ട് അതിലേക്ക് ഞാൻ 3 മുട്ടയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. 3 മുട്ട ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും മുട്ട എടുക്കാം. ഞാനിപ്പോൾ 3 മുട്ട എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മസാലയ്ക്കകത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയാൽ. എന്നാൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാൻ ക്യാരറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഏതെങ്കിലും വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുട്ടയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് കുറച്ച് ടേസ്റ്റ് കിട്ടും നമുക്ക്. എല്ലാവരും ടിപ്പൊന്ന് യൂസ് ചെയ്യണേ. കാരണം നമ്മൾ പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഫുൾ പ്രോട്ടീനായിട്ടല്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര എല്ലാ പ്രോട്ടീനും അതിനകത്ത് കിട്ടും. ഇതാ നമ്മുടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്, സ്ക്രാമ്പിൾഡ് എഗ്ഗ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലേ. വെജിറ്റബിൾസ് എത്രത്തോളം ആഡ് ചെയ്യണോ അത്രയും ആഡ് ചെയ്യുക. നമുക്ക് ടേസ്റ്റും കൂടുതൽ കിട്ടും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.